അമേരിക്കയിൽ ചെലവ് ചുരുക്കൽ നയത്തിന്റെ ഭാഗമായി അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ്. പുറം രാജ്യങ്ങളിലേക്ക് ഒരു മാനുഷിക സഹായങ്ങൾ എത്തിക്കുക എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന USAID, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ്, ആ ഏജൻസിയുടെ ഫണ്ടിങ് ഫ്രീസ് ചെയ്യുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു നിലപാട്, ഒരു നടപടി ട്രംപ് സ്വീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ലോകമെമ്പാടും ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ഒരു വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ USAID അതുമായി ബന്ധപ്പെട്ടുള്ള ചില ക്രമക്കേടുകൾ, അതിൻ്റെ വാർത്തകളുടെ ഒരു പിന്നാമ്പുറങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഇലുമിനാറ്റി, ഡീപ് സ്റ്റേറ്റ്, ഫ്രീമേസൺ പോലുള്ള നിഗൂഢമായിട്ടുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഒരു ആൻറ്റി ക്രൈസ്റ്റ് അത്തരത്തിലുള്ള ഒരു അജണ്ടയോടുകൂടി ചിലർ ലോകത്തെ കീഴ്മേൽ മറയ്ക്കുവാൻ, തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കുവാൻ ചിലർ പ്രവർത്തിച്ചിരുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ആ വിഷയങ്ങളാണ് ഇന്ന് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ. അരുൺ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ജനുവരി 20 അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ നിലപാടുകളുടെയും ഒരു സാരാംശം എന്ന് പറയുന്നത് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അല്ലെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്നൊരു പോളിസിയാണ്. നമ്മൾ കഴിഞ്ഞ പല നിലപാടുകളിലും അദ്ദേഹത്തിൻ്റെ അഭയാർത്ഥികളോടുള്ള അദ്ദേഹത്തിൻ്റെ മനോഭാവം അത് നമ്മൾ ചർച്ച ചെയ്തു. പക്ഷേ അദ്ദേഹം ഈ ദിവസങ്ങളിലെടുത്ത മറ്റൊരു നടപടി അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഉള്ളിൽ. ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രചരണ കാലയളവിൽ, തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിലൊക്കെ എടുത്തു പറഞ്ഞൊരു സംഗതിയാണ്, അതായത് അനാവശ്യമായിട്ടുള്ള ചെലവ്, US ഗവൺമെൻറ്റിൻ്റെ അനാവശ്യമായിട്ടുള്ള ചെലവ്, അതിൽ താൻ കൈകടത്തും, അതിൽ ഒരു പിടി വീഴ്ത്തും എന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഫോം ചെയ്യുന്നു. ടെക് ഭീമനായിട്ടുള്ള എലോൺ മസ്കിന് അതിൻ്റെ ഒരു ചാർജ് കൊടുക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എടുത്ത വളരെ ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ USAID എന്ന് പറയുന്ന ഒരു ഏജൻസി, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻഡിപെൻഡൻറ്റ് ഗവൺമെൻറ് ഏജൻസി. ആ ഏജൻസിയിലെ ഒരു ഫണ്ടിങ് അത് ഫ്രീസ് ചെയ്തിരിക്കുന്നു. ഈ ഏജൻസിയുടെ ഒരു ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മൾ തുടർന്നുള്ള ഒരു ചർച്ചകൾക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും, അല്ലെങ്കിൽ സഹായകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് US-നെ സംബന്ധിച്ചിടത്തോളം, നമുക്കറിയാം US-നെ മാത്രമല്ല ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ലോക പോലീസ് എന്നൊക്കെ അറിയപ്പെടുന്ന US-നെ സംബന്ധിച്ചിടത്തോളം, US-ന് പുറത്ത് അന്താരാഷ്ട്ര തലത്തിൽ ആ രാജ്യത്തിൻ്റെ ഒരു സ്വാധീനം അത് ചെലുത്തുന്നത് 3 ഒരു ഘടകങ്ങളിലൂടെയാണ്. അത് 3D എന്നാണ് പറയുന്നത്. ഒന്ന് ഒരു ഡെവലപ്മെൻറ്റ്, ഡിഫൻസ്, ഡിപ്ലോമസി. ഇപ്പോൾ സൈനികമായിട്ടുള്ള ഒരു ശക്തി കാണിച്ചുകൊണ്ട് സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മേഖലകളിലൂടെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു. ഈ 3ാമത്തെ D ആണ് ഈ USAID നിർവഹിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങൾ, ലോക രാജ്യങ്ങളിലേക്ക് ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ്, അത് പല മേഖലകളിലൂടെ ആയിരിക്കാം, ആരോഗ്യപരമായിട്ടുള്ള മേഖലകളായിരിക്കാം, ഫുഡ് സെക്യൂരിറ്റി ആയിരിക്കാം, അതിലേക്ക് പല രാജ്യങ്ങളിലേക്കും ഒരു ഫണ്ടിങ് കൊടുക്കുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഗവൺമെൻറ് ഏജൻസിയാണ് ഈ USAID എന്ന് പറയുന്നത്. ഇതിലൂടെ അമേരിക്കയ്ക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കയ്ക്ക് പുറത്ത് അമേരിക്കയുടെ ഒരു ഗുഡ് വില്ല് വർദ്ധിപ്പിക്കാൻ സാധിക്കും. നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു ഡിപ്ലോമാറ്റിക് വാക്കാണ് ഈ സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ഒരു വാക്ക്. ആ ഒരു കാര്യത്തിൽ, അതായത് ഒരു ഗുഡ് വില്ല്, അതായത് നല്ല നല്ല കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിൽ, ഫുഡ് സെക്യൂരിറ്റി, അല്ലെങ്കിൽ ദരിദ്ര രാജ്യങ്ങളിലുള്ള പ്രോജക്റ്റുകൾ, അത്തരം കാര്യങ്ങളിലേക്കുള്ള ഒരു ഫണ്ടിങ് ഈ USAID ആണ് നടത്തുന്നത്. ഈ USAID-ൻ്റെ ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത് അമേരിക്കയിലെ നികുതിദായകരുടെ ഒരു പണമാണ്. അപ്പോൾ 1961 ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് ഈ സോവിയറ്റ് യൂണിയന് മറ്റ് രാജ്യങ്ങളിലുണ്ടായിരുന്ന ഒരു ഇൻഫ്ലുവൻസ് ഒന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാലഘട്ടത്തിൽ ജോൺ എഫ് കെന്നഡി ഇത്തരത്തിലൊരു സംവിധാനം കൊണ്ടുവന്നത്. നമ്മളിനി ചിന്തിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ട് ട്രംപ് ഇതിന് മേൽ ഒരു പിടി കൊണ്ടുവന്നു എന്ന കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ തുടക്ക കാലഘട്ടത്തിലൊക്കെ ഒത്തിരി വളരെ നല്ല കാര്യങ്ങൾ ഈ USAID വഴി ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സ്മോൾ പോക്സിൻ്റെ ഒരു ഇറാഡിക്കേഷനുമായി ബന്ധപ്പെട്ട്, പോളിയോയുടെ നിർമ്മാർജ്ജനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രംപ് എന്തിന് ആ USAID-നെ നോട്ടമിട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം ചില കണക്കുകളിലൂടെ പറയാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഈ 2014 മുതൽ 2023 വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ USAID വഴി അമേരിക്കയ്ക്ക് പുറത്തുള്ള മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു
സഹായത്തിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത് $294 ബില്യൺ. $294 ബില്യൺ. ഇത് അമേരിക്കൻ നികുതിദായകരുടെ പണമാണ് അവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്നത്. 2023 മാത്രം കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം $42 ബില്യൺ USAID വഴി മാത്രം ഇത്തരത്തിലുള്ള സഹായം അമേരിക്ക നൽകിയിരിക്കുന്നത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴിയുള്ള സഹായം ഈ 2023 മാത്രം ഏകദേശം $72 ബില്യൺ വരും. അപ്പോൾ നമ്മൾ നോക്കുക, ഇത് $1-2 ഏകദേശം ബില്യൺ കണക്കിന് ഡോളറാണ് ഇവിടെ മറ്റ് രാജ്യങ്ങളിലേക്ക് അമേരിക്ക നൽകിയിരിക്കുന്നത്. ഇനി ഇത് ഏതൊക്കെ മേഖലകളിലേക്കാണ് ഈ കഴിഞ്ഞ വർഷം അവർ കൊടുത്തത് എന്ന് നാം ചിന്തിച്ച് നോക്കും. ഒന്ന്, ഹെൽത്ത് സെക്ടർ $80 ബില്യൺ, ഹ്യൂമാനിറ്റേറിയൻ അസിസ്റ്റൻസ് $65 ബില്യൺ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് $51 ബില്യൺ, പ്രോഗ്രാം സപ്പോർട്ട് എന്ന പേരിൽ $29 ബില്യൺ, ഡെമോക്രസി, ഹ്യൂമൻ റൈറ്റ്സ്, ഗവേണൻസ് $14 ബില്യൺ, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ സർവീസ് $10 ബില്യൺ, പീസ് ആൻഡ് സെക്യൂരിറ്റി $4 ബില്യൺ, എൻവയോൺമെൻറ്റ് $2.5 ബില്യൺ. അപ്പോൾ ഞാൻ ഈ കണക്കുകൾ അവതരിപ്പിച്ചു. ഇനി ഈ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസ് സെക്രട്ടറി ലെവിറ്റ അവർ അവതരിപ്പിച്ച ഒരു കണക്കുണ്ട്. ഈ ഫണ്ടിങ് ഒക്കെ എങ്ങോട്ടാണ് പോയത്? അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് ചിരി വരും. എന്തിനാണ് ഈ ഫണ്ടിങ് ഒക്കെ യൂസ് ചെയ്തത് എന്നതുള്ളത് ഞാൻ പറയാം. ഈ വിയറ്റ്നാമിൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ നിർമ്മാണത്തിന് $2.5 മില്യൺ, കൊളംബിയയിലൊരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഒപ്പറ, അതായത് മ്യൂസിക് കൺസേർട്ടിന് വേണ്ടിയിട്ട് $47,000, ട്രാൻസ്ജെൻഡർ കോമിക് ബുക്ക് പെറുവിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് $32,000. ഇനി LGBT ആക്ടിവിസം, ഗ്വാട്ടിമാലയിലുള്ള LGBT ആക്ടിവിസത്തിന് വേണ്ടിയിട്ട് $2 മില്യൺ. ഒപ്പം തന്നെ അതിൻ്റെ അകത്ത് ഗ്വാട്ടിമാലയിലുള്ളവർക്ക് ഈ സെക്സ് ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട് ഈ $2 മില്യൺ ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അയർലൻഡിൽ ഈ DEI മ്യൂസിക്കൽ എന്ന് പറയുന്ന പരിപാടി, അതായത് ഈ LGBT കമ്മ്യൂണിറ്റി ട്രാൻസ്ജെൻഡേഴ്സ് അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ള അതിന് $70,000 നീക്കി വെച്ചത്. ഇനി സിറിയയിൽ ഈ സിറിയൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്, പക്ഷേ അത് ചെന്നെത്തിയത് അൽഖ്വയ്ദയുടെ പോക്കറ്റിലേക്കാണെന്ന് പറയുന്നത്. പിന്നെ ഈജിപ്തിൽ ടൂറിസം ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് $6 മില്യൺ. അങ്ങനെ നമ്മൾ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ വിചിത്രമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചില കാര്യം. പിന്നെ ട്രംപിനെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ഈ എക്കോ ഹെൽത്ത് അലയൻസിന് കൊടുത്ത $മില്യൺസ്. അവരാണ് ഈ വുഹാൻ ലാബിൽ, ഈ കോവിഡിൻ്റെ സോഴ്സ് എന്ന് വിശേഷിക്കപ്പെടുന്ന വുഹാൻ ലാബിൽ നടത്തിയ റിസർച്ച്. അപ്പോൾ ഇതാണ് ട്രംപിനെ ശരിക്കും പറഞ്ഞാൽ ചോടിപ്പിച്ചത്. നമ്മൾ വിചിത്രമെന്ന് തോന്നാവുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റോബിൻ, ഞാനിതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിൻ്റെ മറവിൽ, അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റിയുടെ മറവിൽ, ആരോഗ്യപരമായ പ്രവർത്തനങ്ങളുടെയൊക്കെ മറവിൽ ചില അജണ്ടകൾ നടപ്പാക്കാനുള്ളൊരു ഉപകരണമായിട്ട് ഈ USAIDനെ, അതായത് മറ്റ് രാജ്യങ്ങളിൽ ചില അജണ്ടകൾ നടപ്പാക്കാനുള്ള ഉപകരണമായിട്ട് USAIDനെ നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാവുന്ന ഡീപ് സ്റ്റേറ്റ് ദുരുപയോഗം ചെയ്തു എന്നതിൻ്റെ നിരവധി തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നില്ല. ഒന്ന്, ഈ ഫൈനാൻഷ്യൽ എയ്ഡ് അമേരിക്ക കൊടുക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതൊരു ഭയങ്കര വാസ്റ്റായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അമേരിക്ക ലോക പോലീസായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇട്ടതിൻ്റെ പിന്നിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതേ പാതയിലൂടെ തന്നെയാണ് ചൈനയും ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുത. എന്ന് വെച്ചാൽ അമേരിക്ക അതേ കോപ്പി പേസ്റ്റ് ചെയ്ത് അതേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നെയാണ് ഇന്ന് രാജ്യങ്ങളെ ചൈനയും കൂടെ നിർത്തുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇനി നമുക്ക് ഈ ഫൈനാൻഷ്യൽ എയ്ഡിൻ്റെ, അമേരിക്കയുടെ ഫൈനാൻഷ്യൽ എയ്ഡിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു സോവിയറ്റ് യൂണിയൻ്റെ ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ അമേരിക്ക ഈ ഏകാധിപതികളെയൊന്നും പ്രോത്സാഹിപ്പിക്കാത്ത, ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് അമേരിക്കയുടേത്. പക്ഷേ ആ കാലഘട്ടത്തിൽ ശത്രുവിൻ്റെ ശത്രു മിത്രം, അങ്ങനെ വലിയൊരു ചരിത്രപ്രസിദ്ധമായൊരു ഫ്രേസ് ഉണ്ട്, ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ. അങ്ങനെ സോവിയറ്റ് യൂണിയനെ അന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ലോകത്തെ പല രാജ്യങ്ങളിലും ഏകാധിപത്യ സ്വഭാവമുള്ള പല രാജ്യങ്ങൾക്കും അമേരിക്ക അന്ന് എയ്ഡ് കൊടുത്തത് ഇതുപോലെയുള്ള രാജ്യങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയായിരുന്നു അന്ന് എയ്ഡ് കൊടുത്തത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വസ്തു നിലനിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നെ ആണ് നമ്മൾ ഏകദേശം 1992-93 കാലഘട്ടങ്ങൾ ഒക്കെ ആകുമ്പോഴത്തേന് ഈ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ട് പിന്നെ അമേരിക്ക കൊടുത്ത ഈ ഫൈനാൻഷ്യൽ എയ്ഡുകൾ, അത് പലപ്പോഴും അതിൻ്റെ ഉള്ളിലാണ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ LGBTQ അടക്കമുള്ള, അബോർഷൻ അടക്കമുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴും ചെറിയ ഫണ്ടിങ് ഒക്കെ പലപ്പോഴും നമുക്കത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ അതൊരു പ്രൊപ്പഗേഷൻ്റെ ഭാഗമാണ്. അതൊക്കെ ഒരുപാട് നാളുകളായിട്ട് നടന്ന അമേരിക്കയുടെ, ഇപ്പോൾ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സമയത്ത് എപ്പോഴും ലിബറൽ ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ ലോകമാസകലം അവർ LGBTQ അടക്കമുള്ള ഇങ്ങനത്തെ ലിബറൽ ചിന്താഗതികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവർ പല ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് പണം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഇപ്പം മ്യൂസിക്കിൻ്റെ
റബ്ബർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. അങ്ങനെ അതെല്ലാം ഒരു പ്രൊപ്പഗേഷൻ്റെ ഭാഗമായിട്ട് പലർക്കും അവർ കൊടുക്കുന്നതാണിത്. ഇനി മറ്റൊരു വസ്തുതയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇതേ ഫൈനാൻഷ്യൽ എയ്ഡ് ഇപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുക്കുക അമേരിക്ക എന്ന് പറയുന്ന ഏകദേശം $28 ട്രില്യൺ ഒരു എക്കോണമിയാണ് അമേരിക്ക എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ താഴെ നിൽക്കുന്ന രാജ്യങ്ങളുടെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 5 ട്രില്യൺ $5 ട്രില്യൺ താഴെയാണ് ബാക്കി ചൈന ഒഴിച്ചുള്ള ബാക്കി രാജ്യങ്ങൾ നിൽക്കുന്നത്. ചൈന $18 ട്രില്യൺ ഒരു എക്കോണമിയാണ്. അപ്പോൾ ശരിക്കും ഈ എയ്ഡ് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും ഈ പവർ നിലനിർത്താൻ വേണ്ടി എയ്ഡ് കൊടുക്കുന്ന രാജ്യങ്ങൾ ചൈനയും US-ഉമാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചൈനയും ഇപ്പോൾ വ്യാപകമായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് ശ്രീലങ്കയടക്കമുള്ള പാകിസ്ഥാൻ അടക്കമുള്ള. പക്ഷേ ചൈന അത് കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അവർ കൊടുത്തത് പലപ്പോഴും അവർക്ക് ഈ അമേരിക്ക കൊടുക്കുന്ന അത്രയും ക്രോഡീകരിച്ച് ചെയ്യാനത് കഴിയാത്തത് കൊണ്ട് അത് സ്വീകരിച്ച രാജ്യങ്ങളുടെ ഫൈനാൻസ് പിന്നെ അവർക്ക് ലോണും കൊടുത്തു, അതിൻ്റെ കൂടെ എയ്ഡും കൊടുത്തു. പക്ഷേ ഈ ലോൺ അടച്ചു തീർക്കാൻ അവർക്ക് കഴിയാതെ അവർ സാമ്പത്തികമായി തകരുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അമേരിക്ക ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് സാമ്പത്തികമായി തിരിച്ചു കിട്ടുക എന്നതിനും അപ്പുറത്ത് അമേരിക്കയ്ക്ക് 100 കണക്കിന് ബേസുകളടക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയിൽ നമ്മൾ എയ്ഡ് കൊടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നൈജീരിയയ്ക്ക്, കോങ്കോയ്ക്കൊക്കെ കൊടുത്തു എന്ന് പറയുമ്പം ആ ഏരിയയിലുള്ള കുറച്ച് രാജ്യങ്ങളിൽ റഷ്യ കുറച്ച് കാലമായിട്ട് വാഗ്നർ ഗ്രൂപ്പ് അടക്കം പിടിമുറുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അവിടെ റഷ്യയുടെ ഹെൽപ്പോടുകൂടി അവിടെ പൊങ്ങി വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ള രാജ്യങ്ങൾക്ക് എയ്ഡ് കൊടുത്തു. പിന്നെ ആഫ്രിക്കയുടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും എയ്ഡ് കൊടുത്തിട്ടുള്ളത് എത്യോപ്യ, സൗത്ത് സുഡാൻ, അതുപോലെ തന്നെ സൊമാലിയ. ഈ രാജ്യങ്ങൾക്ക് എന്ന് വെച്ചാൽ ഈ ഏകദേശം ആ ഒരു ട്രേഡ് റൂട്ട് ഈ ചെങ്കടലിൻ്റെ ആ ഭാഗങ്ങളിലൂടെയുള്ള ട്രേഡ് റൂട്ടിൽ അവിടെ ധാരാളം, അതുപോലെ യമന് കൊടുത്തിട്ടുണ്ട്. ആ മേഖല പ്രധാനമാണ്. ആ മേഖല അമേരിക്കയുടെ കയ്യിലിരിക്കാൻ വേണ്ടി അവിടെയുള്ള എയ്ഡ് കൊടുത്തേക്കുന്ന സാഹചര്യം. ഇനി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊടുത്തേക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഉക്രൈൻ ഏകദേശം $80 ബില്യൺ എയ്ഡ് കൊടുത്തത്. എന്നാൽ ഈ എയ്ഡ് കൊടുത്തത് അത് 2 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇസ്രായേലിന് കൊടുത്ത എയ്ഡ് മൊത്തം ആയുധമാണ്, എന്നാൽ ഉക്രൈന് കൊടുത്ത എയ്ഡ് മൊത്തം പണമായിട്ടാണ് കൊടുത്തേക്കുന്നത്. മറ്റ് രാജ്യങ്ങളാണ് അതിന് ആയുധം കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉക്രൈനിന് ആയുധം കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് അത് നീങ്ങുന്നത് കൊണ്ട് ഉക്രൈന് മറ്റ് രാജ്യങ്ങൾ വഴി എയ്ഡ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഇപ്പം മറ്റൊരു കാര്യം നോക്കാം. ഇപ്പം ചൈനയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ തായ്വാൻ എയ്ഡ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഫിലിപ്പൈൻസിന് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. ഫിലിപ്പൈൻസ് മിക്സ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. ഫിലിപ്പൈൻസിന് പണമായിട്ടും കൊടുത്തിട്ടുണ്ട്, ആയുധമായിട്ടും കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഏറ്റവും അത്യാധുനികമായിട്ടുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളടക്കം ഫിലിപ്പൈൻസിൽ അമേരിക്ക കൊണ്ടേ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അമേരിക്കൻ ഇൻട്രസ്റ്റിന് വേണ്ടിയാണ് എയ്ഡ് പലതും കൊടുത്തേക്കുന്നത്. ഇനി പക്ഷേ ഈ ഡെമോക്രാറ്റുകൾ എയ്ഡ് കൊടുത്തപ്പം അവരിതുപോലുള്ള LGBTQ അടക്കമുള്ള ഇങ്ങനത്തെ അവരുടെ ലിബറൽ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി എയ്ഡ് കൊടുത്തു. പക്ഷേ ആ എയ്ഡ് ഡൊണാൾഡ് ട്രംപ് വന്നു കഴിയുമ്പോൾ അതൊരു വേസ്റ്റാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അങ്ങനെയുള്ള ഇൻട്രസ്റ്റുകളില്ല. പക്ഷേ ബേസിക് ആയിട്ട് അമേരിക്ക കൊടുത്തുകൊണ്ടിരിക്കുന്ന എയ്ഡുകൾ അത് എങ്ങനെയാണെങ്കിലും കൊടുക്കും എന്നുള്ളതാണ്. കാരണം ആ എയ്ഡ് കൊടുത്താണ് പല രാജ്യങ്ങളും ഇവർ വരുത്തുന്നത്. ഇനി പല രീതികളിൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് അറിയാം, ആയുധം ഉക്രൈന് പണമായിട്ട് കൊടുത്തു, അതുപോലെ ഇസ്രായേലിന് ആയുധമായിട്ട് കൊടുത്തു. ഇതുപോലെ പല രീതിയിൽ എയ്ഡ് കൊടുക്കുന്നു. ഇപ്പം നമുക്കറിയാം ജോർജ് സോറോസിന് ഒരുപാട് NGO അടക്കമുള്ള അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷനുകളുണ്ട്. അമേരിക്ക എയ്ഡ് കൊടുക്കുമ്പോൾ ഈ ഓർഗനൈസേഷൻ എയ്ഡ് കൊടുക്കുന്നു, നേരിട്ട് കൊടുക്കുന്നില്ല, ഓർഗനൈസേഷൻ എയ്ഡ് കൊടുക്കുന്നു. ഈ ഓർഗനൈസേഷൻ ഇവിടെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടത്തുന്നു. അമേരിക്കൻ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ ഓർഗനൈസേഷനുകൾ അമേരിക്കൻ ഇൻട്രസ്റ്റിന് അനുകൂലമായിട്ട് ഇവിടെ ആക്ടിവിറ്റീസ് നടത്തുന്നു. അതുകൊണ്ടാണ് ജോ ബൈഡൻ്റെ കാലാവധി കഴിയുന്ന സമയത്ത് ജോർജ് സോറോസിന് അമേരിക്കയ്ക്ക് ഏറ്റവും നല്ല സംഭാവനകൾ കൊടുത്ത ആൾക്കുള്ള പ്രസിഡൻഷ്യൽ മെഡൽ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇതെല്ലാം അമേരിക്കയുടെ പിന്തുണയാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പല രാജ്യങ്ങൾ ഇപ്പം അവർ എയ്ഡ് കൊടുക്കുമ്പോൾ അഴിമതിയുള്ള രാജ്യങ്ങളുണ്ടെങ്കിൽ അവർ പലപ്പോഴും പല ഓർഗനൈസേഷനുകളിലൂടെ, അതുപോലെ തന്നെ ഇപ്പം മാധ്യമങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ ഡെവലപ്മെൻറ്റൽ പ്രൊജക്റ്റുകൾക്കൊക്കെ ആയിരിക്കാം, അങ്ങനെയൊക്കെ എയ്ഡുകൾ ധാരാളമായിട്ട് കൊടുക്കുന്ന സാഹചര്യമുണ്ട്. പിന്നെ ഈ എയ്ഡ് കൊടുക്കുമ്പോൾ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇപ്പം ഏറ്റവും ഉദാഹരണം, ഈ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ, അമേരിക്ക കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ 2 രാജ്യങ്ങളാണ് ജോർദാനും ഈജിപ്തിനും വളരെ നല്ല രീതിയിൽ അമേരിക്ക, ഇപ്പം നമ്മൾ കണ്ടു ടൂറിസം വികസിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് എയ്ഡ് കൊടുക്കുന്ന സാധനം, ഇതുപോലെ നല്ല രീതിയിൽ ഈ 2 രാജ്യങ്ങൾക്ക് എയ്ഡ് കൊടുക്കുന്നതാണ്.
അങ്ങനെ എയ്ഡ് കൊടുക്കുന്ന ഈ 2 രാജ്യങ്ങളും എന്ത് ചെയ്തു? ഇപ്പം സമ്മതിച്ചേക്കുവാണ് ഗാസയിൽ നിന്നും ആളുകളെ ഞങ്ങളുടെ രാജ്യത്ത് കൊണ്ടേ പാർപ്പിച്ചോളാൻ സമ്മതിച്ചേക്കാണ്. അതാണ് എയ്ഡിന്റെ പ്രാധാന്യം. അങ്ങനെയാണ് വരുന്നത്. സോഫ്റ്റ് പവർ നമ്മൾ പറയുന്ന ഡെവലപ്മെന്റിന്റെ ഒരു അവിടെ കിടക്കുന്നതാണ്. യെസ്, അങ്ങനെ പല രാജ്യങ്ങളെയും വരുതിക്ക് നിർത്തുന്നത് അമേരിക്ക ഈ രീതിയിലാണ് വരുതിക്ക് നിർത്തുന്നത്. എയ്ഡ് കൊടുത്താണ് വരുതിക്ക് നിർത്തുന്നത്. ഇതേ തന്ത്രം തന്നെ ചൈന ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പല ബാങ്കുകൾ, ഡെവലപ്മെന്റ് ബാങ്കുകൾ എന്നൊക്കെ പറഞ്ഞാൽ പല ബാങ്കുകളുടെയും ബാക്കിൽ നിന്ന് ഫൈനാൻസ് ചെയ്യുന്നത് അമേരിക്കയാണ്. ആ ഫൈനാൻസാണ് പലപ്പോഴും ഈ മറ്റ് പല രാജ്യങ്ങളിലേക്കും അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനൊക്കെ ആയിട്ട് ലോണുകളായിട്ട് കിട്ടുന്നത്. അത് അഗ്രികൾച്ചറൽ ലോണ്, അങ്ങനെ പല ലോണുകളായിട്ട് കിട്ടുന്നത് ഈ അമേരിക്ക ഫണ്ട് ചെയ്യുന്ന അതേ പണമാണ് ഈ ഓർഗനൈസേഷൻ. ഇതേ ഓർഗനൈസേഷനുകൾ ചൈനയ്ക്കുമുണ്ട്. ചൈനയും ഇതേപോലെ തന്നെ ഫണ്ട് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങൾക്കും ഇതുപോലെ തന്നെ ഫണ്ട് ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ എയ്ഡ് എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സോഫ്റ്റ് പവർ പല രാജ്യങ്ങളെയും വരുതിക്ക് നിർത്താൻ വേണ്ടിയിട്ട്, പിന്നെ പല രാജ്യങ്ങളെ അട്ടിമറിക്കുന്ന സാഹചര്യമൊക്കെ. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. പല രാജ്യങ്ങളുടെയും ഭരണക്രമത്തെ അട്ടിമറിക്കുന്നത്. ഇപ്പോൾ ഈ ഉക്രൈൻ തന്നെ ഏറ്റവും കൃത്യമായി പറയുകയാണെങ്കിൽ, റഷ്യ എപ്പോഴും പറയുന്നുണ്ട് ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്കുള്ളൂ എന്ന് പറയുന്നത്. കാരണം ഈ ഉക്രൈനിൽ റഷ്യക്ക് അനുകൂലമായിട്ടുള്ള ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചാണ് ഈ സെലൻസ്കിയുടെ ഗവൺമെൻറ് യൂറോപ്പിൻ്റെ വെസ്റ്റിൻ്റെ ഒരു അനുഗ്രഹ ആശീർവാദത്തോടെ, അമേരിക്കയുടെ ആശീർവാദത്തോടു കൂടി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഭരണക്രമത്തെ അട്ടിമറിക്കാൻ എല്ലാമായിട്ടും ഈ എയ്ഡുകൾ ഉപയോഗിക്കണം. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും ബേസിക്കായിട്ട് നടത്തുന്ന ഈ എയ്ഡ് അത് അമേരിക്ക അങ്ങനെ തന്നെ തുടരും. കാരണം അമേരിക്ക അങ്ങനെയാണ് അധികാരം ഉറപ്പിച്ച് നിർത്തുന്നത് എന്നുള്ളത്. ചൈനയും അതേ പാതയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ എന്താണെങ്കിലും എയ്ഡ് എന്ന് പറയുന്നത് തൽക്കാലത്തേന് ചില കാര്യങ്ങളിലേക്ക് ഡെമോക്രാറ്റുകളുടെ ചില ലിബറൽ പോളിസികളിൽ ഒഴിവാക്കിയെങ്കിലും ബേസിക് ആയിട്ടുള്ളത് നിലനിർത്താനാണ് സാധിക്കുന്നത്. കറക്റ്റാണ്. കാരണം ഈ 90 ദിവസത്തെ ഒരു ഫ്രീസിംഗ് ആണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിൽ പോലും ഈ എമർജൻസി ഹ്യൂമാനിറ്റേറിയൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോജക്ട്സിൻ്റെ കാര്യത്തിൽ ചില ഇളവുകൾ അദ്ദേഹം നൽകിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പം എയ്ഡ് ഓക്കെ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് രസകരമായിട്ടുള്ള വളരെ നല്ല കാര്യങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഒറ്റൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ USA ഇത്തരത്തിലൊരു ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്. അതായത് ഇറിഗേഷൻ പ്രോജക്ട്സ്, ഈ കനാലുകൾ ഉണ്ടാക്കി ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളത്തിനുള്ള സബ്സിഡിയുമായി ബന്ധപ്പെട്ട ഈ അത്തരം കാര്യങ്ങൾക്ക് എയ്ഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത് അന്വേഷിച്ച് ചെന്നെത്തിയപ്പോൾ ആ ഇറിഗേഷൻ പ്രോജക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അവിടുത്തെ പോപ്പി കൾട്ടിവേഷന് വേണ്ടിയിട്ടാണ്, അവിടുത്തെ മയക്കുമരുന്നിന് അതിൻ്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ടാണ് ഈ എയ്ഡെല്ലാം ചെന്നെത്തുന്നത്. ഒരു പക്ഷേ ഈ എയ്ഡ് കൊടുത്തോൾ ചിലപ്പം അറിയുന്നില്ലായിരിക്കാം. പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് വളരെ ദൂരവ്യാപകമായിട്ട് പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഭീകരരുടെ കയ്യിൽ നിന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഈ സിറിയയിൽ അഭയാർത്ഥികൾക്ക് ഫുഡ് കിറ്റ് വിതരണം ചെയ്യാൻ കൊടുത്ത എയ്ഡ്, ആ ഫുഡ് കിറ്റുകൾ ഒരു ഇൻസ്പെക്ഷനിലെ സമയത്ത് നോക്കിയപ്പോൾ ഈ ഭീകരരുടെ കൈകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു സോഴ്സിലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റോബിൻ പറഞ്ഞു നിർത്തിയൊരു പോയിന്റ് ഉണ്ട് അരുൺ, അതായത് പലപ്പോഴും പല രാജ്യങ്ങളിലെയും ഒരു ഭരണക്രമത്തെ അട്ടിമറിക്കാൻ ഇത്തരം ഫണ്ടിങ്ങുകൾ പോകുന്നുണ്ട്. അതിനെ സാധൂകരിക്കുന്ന പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് അല്ലേ? ജോർജ്, ഇവിടെ ചിത്രം പൂർണ്ണമാവുകയാണ്. നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ജോർജ് സോറോസിനെ കുറിച്ചിട്ട് നമ്മളൊരു നിലപാട് എടുത്തിരുന്നു. അതുപോലെ തന്നെ ഡീപ്പ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ നിലപാട് പ്രോഗ്രാം ചെയ്തിരുന്നു. അന്നെല്ലാം ഈ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ പലർക്കും ഒരുപാട് സംശയങ്ങൾ ബാക്കിയായിരുന്നു. ഈ ജോർജ് സോറോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക്, ഒരു ബില്യണിയർക്ക് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു സംവിധാനം അമേരിക്ക പോലെ ഒരു രാജ്യത്ത് അത് വർക്കൗട്ട് ആകുമോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിലുള്ള പല കമൻറ്റുകളും കണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ചിത്രം പൂർണ്ണമാണ്. ജോർജ് നോക്കുക, ജോർജ് സോറോസ്, ഡീപ്പ് സ്റ്റേറ്റ്, ഫ്രീമേസൺ, ഇലുമിനാറ്റി, ഒബാമ, ഈ കൂട്ടായ്മ എങ്ങനെയാണ് വർക്ക് ചെയ്തിരുന്നത്? അത് ഈ US എയ്ഡ് എന്ന സംവിധാനം, ബില്യനുകൾ കൈകാര്യം ചെയ്യുന്ന ആ സംവിധാനത്തെ പൂർണ്ണമായിട്ടും അത് ആ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി, റോബിനൊക്കെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ചൊരു കാര്യമാണ്. അന്ന് ജോൺ എഫ് കെന്നഡി ഇത് സ്ഥാപിക്കുന്നത് ഈ ശീതയുദ്ധത്തിൻ്റെ കാലത്താണ്. അന്ന് ലോകത്തുള്ള രാജ്യങ്ങളെല്ലാം തങ്ങളുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് അത് ആവശ്യമായിരുന്നു. പിൽക്കാലത്ത് സോവിയറ്റ് യൂണിയൻ പിളർന്നതിന് ശേഷം പിന്നീട് ചൈനയാണ് ഈ മേഖലയിൽ അമേരിക്കയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത്. അപ്പോൾ ചൈന രാജ്യങ്ങളെ സ്വാധീനിക്കുന്നതിന് തടയിടാൻ വേണ്ടിയിട്ട് ഈ USAID കൃത്യമായിട്ട് അത് ഉപയോഗിച്ചു പോയി. പക്ഷേ ഒബാമയുടെ കാലം തൊട്ട് നോക്കുക, ഈ USAID എന്തിനു വേണ്ടിയിട്ടായി? ഈ ഒരു കൂട്ടായ്മ ഈ USAIDനെ കൃത്യമായിട്ടും അവരുടെ അജണ്ടകൾക്ക് വേണ്ടിയിട്ട്, അതായത് ഫ്രീമേസൺ, ഇല്ലുമിനാറ്റി അജണ്ടകൾക്ക് വേണ്ടിയിട്ട് ആ ഫണ്ടിനെ അവർ ഉപയോഗിക്കുകയാണ്. ഇത്രയും നാളായിട്ട് അവരതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ അജണ്ടകൾ എന്താണ്? മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അവർ ഈ മൾട്ടി കൾച്ചറലിസത്തിൻ്റെ വക്താക്കളാണ്. അവർ ഈ LGBTQ സ്വവർഗ തൊട്ട് മറ്റെല്ലാ അധാർമികമായ എല്ലാ സംവിധാനങ്ങളെയും അവർ പ്രൊമോട്ട് ചെയ്യുന്നവരാണ്. അതിൻ്റെ വേറൊരു വേർഷനാണ് ഈ ലിബറലിസം.
ഈ ലിബറലിസത്തിൻ്റെ പേരിൽ ഇവർ ഓരോ രാജ്യങ്ങളിലും ഈ ഫണ്ട് കൃത്യമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ജോർജ് സോറോസ് ആരാണ്? ഒബാമ എന്തിനു വേണ്ടിയാണ് നിന്നുകൊണ്ടിരുന്നത്? ഈ ഒബാമയുടെ വെറും ഒരു കളിപ്പാവ് മാത്രമാണ് ബൈഡൻ. ആ ബൈഡൻ തൻ്റെ ഭരണം വെച്ച് പോകുമ്പോൾ അദ്ദേഹം ചേർന്ന സംഘടന ഏതാണ്? അദ്ദേഹം ഫ്രീമേസൺ സംഘടനയിലെ അംഗത്വമെടുത്തു. ഈ ജോർജ് സോറോസിനെ ബൈഡൻ കൊടുത്ത ബഹുമതി എന്താണ്? ആ രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി സമ്മാനിച്ചത് ഈ ജോർജ് സോറോസിനാണ്. എന്തിനാണ് ജോർജ് സോറോസിന് കൊടുത്തതെന്ന് ബൈഡൻ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. തൻ്റെ താല്പര്യങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിന്നതിനുള്ളൊരു ബഹുമതി. തൻ്റെ താല്പര്യങ്ങൾ, ഡെമോക്രാറ്റുകളുടെ താല്പര്യങ്ങൾ, ഒബാമയുടെ താല്പര്യങ്ങൾ, ഇല്ലുമിനാറ്റിയുടെ താല്പര്യങ്ങൾ, ഇതിനുവേണ്ടി നിന്നതിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് ജോർജ് സോറോസിന് പകരം അദ്ദേഹത്തിൻ്റെ മകൻ അലക്സ് അത് സമ്മാനം ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ US എയ്ഡിലോട്ട് നോക്കുമ്പോൾ ഒരു വർഷത്തിൽ $50 ബില്യണിലേറെ ചെലവഴിക്കുന്ന ഒരു ഏജൻസി, സ്റ്റേറ്റ് ഏജൻസി. ഈ ഏജൻസിയെ ജോർജ് സോറോസ് തൻ്റെ പിഗ്ഗി ബാങ്കായിട്ട് ഉപയോഗിക്കുകയാണ്. ജോർജ് സോറോസ് ഇതിനെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മണി ബോക്സ് പോലെയാണ്. ആ മണി മുഴുവൻ ജോർജ് സോറോസിൻ്റെയാണ്. ജോർജ് സോറോസ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം വീതം വെച്ച് പല രാജ്യങ്ങളിലേക്ക് കൊടുക്കുന്നു. ഏതെല്ലാം രാജ്യങ്ങളിലേക്കാണ് ഈ ഫണ്ട് ദുരുപയോഗിക്കപ്പെട്ടതെന്ന് മൈക്ക് ബെൻസ് എന്ന് പറയുന്ന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ മുൻ ഉദ്യോഗസ്ഥൻ, അദ്ദേഹമാണ് ട്രംപിനും മസ്കിനുമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തത്. അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ഫണ്ട് ദുരുപയോഗിക്കപ്പെട്ടത് 1 ഇന്ത്യ, 2 ബംഗ്ലാദേശ്, 3 മിഡിൽ ഈസ്റ്റ്, 4 ഉത്തര ആഫ്രിക്ക. ഈ പ്രദേശങ്ങളിലേക്കാണ് ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ബംഗ്ലാദേശിൽ ഉപയോഗിക്കപ്പെട്ടത് എന്തിനാണ്? അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ വേണ്ടി മാത്രം. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് ബംഗ്ലാദേശിൽ ഉപയോഗിച്ചത്. ഇനി മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ എന്തിനുപയോഗിച്ചു? അവിടെ നമുക്കറിയാം ഈ മുല്ലപ്പൂ വിപ്ലവവും, അതായത് ആ പ്രദേശം മുഴുവൻ അസ്ഥിരമാക്കിയിട്ട് ജോർജ് സോറോസിന് ഒരു മൾട്ടി കൾച്ചറലിസം എന്നൊരു അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഇസ്ലാമിക തീവ്രവാദികളോടും തീവ്ര ഇസ്ലാമിക ആശയങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് യൂറോപ്പിലേക്കുള്ള ഒരു അനധികൃത കുടിയേറ്റം, അല്ലെങ്കിൽ യൂറോപ്പിനെ ഒരു മൾട്ടി കൾച്ചർ ഭൂഖണ്ഡമാക്കി മാറ്റി അവിടുത്തെ ക്രിസ്ത്യാനിറ്റിയെ ഇല്ലാതാക്കി ആ ക്രിസ്ത്യാനിറ്റിയുടെ വിളനിലമായിരുന്ന യൂറോപ്പിനെ നശിപ്പിക്കുക. ഈ ഒറ്റ ലക്ഷ്യത്തിലാണ് മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹം അസ്ഥിരതയുണ്ടാക്കാനും അവിടെ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും ഇതെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ പലരും അഭയാർത്ഥി പ്രവാഹത്തെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അഭയാർത്ഥികളെ സ്വീകരിക്കേണ്ട കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾ തീർച്ചയായിട്ടും അഭയാർത്ഥികളോട് അനുകമ്പ കാണിക്കേണ്ടവരാണ്. പക്ഷേ എന്തിനു പിന്നിലും ഒരു തന്ത്രമുണ്ടോ? കാരണം സാത്താൻ കൗശലക്കാരനാണ്. അവൻ അതിൻ്റെ ഉള്ളിൽ തന്ത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ തന്ത്രം തിരിച്ചറിഞ്ഞിട്ട് വേണം ഈ അഭയാർത്ഥികളെ സ്വീകരിക്കേണ്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അപ്പോൾ ഈ ഫ്രീമേസൺ ഇല്ലുമിനാറ്റി അജണ്ട രാജ്യങ്ങളെ അരിക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന, അരാജകത്തിൻ്റെ സന്തതിക്ക് വരുവാനുള്ള ഒരു വളക്കൂറുള്ള ഒരു മണ്ണ് ലോകത്ത് സൃഷ്ടിക്കുന്ന ആ ഒരു അജണ്ടയുണ്ട്. ബിബ്ലിക്കൽ കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റിന് വേണ്ടി നിലമൊരുക്കുന്ന ഒരു അജണ്ട. ഈ അജണ്ടയ്ക്ക് വേണ്ടിയാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ USAID എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് വിഭാവനം ചെയ്തത്? 1, അമേരിക്ക ആഗ്രഹിക്കുന്ന രാജ്യങ്ങളിലെ അവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പരിപാലനം, 2 അവിടെ വിദ്യാഭ്യാസത്തിന്, 3 അവിടെ സ്വാതന്ത്ര്യത്തിന്, 4 അവിടെ ഡെമോക്രസിക്ക്. ഇതിൽ അവസാനം പറഞ്ഞ 3 കാര്യങ്ങൾ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതൊരു മേമ്പൊടിയാണ്. ആ മേമ്പൊടി പോലും ഗാസ പോലെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ ദുരുപയോഗിക്കപ്പെട്ടു? അതായത് അങ്ങനെ പോയിരുന്ന ഫണ്ടുകൾ ഏതൊക്കെ പർപ്പസിനാണ്, ഏതൊക്കെ ഭീകരന്മാരുടെ കയ്യിലാണ് അത് എത്തിപ്പെട്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പല വീഡിയോകളിലും നമ്മൾ UN പല സംഘടനകൾ പോലും, UNRWA പോലെ റെഫ്യൂജികൾക്കുള്ള സംഘടനകൾ പോലും തീവ്രവാദം ഈ രാജ്യങ്ങളിലൊക്കെ വളർത്തുവാനായിട്ട് ഉപയോഗിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. 2 വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തിലൂടെ ഇവർ കൊടുത്ത വിദ്യാഭ്യാസം എന്താണ്? ഈ സംവിധാനം ഒബാമയുടെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും കയ്യിലെത്തിയപ്പോൾ ഇവർ ഈ വിദ്യാഭ്യാസം ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ പ്രധാനമായിട്ടും ജെൻഡർ ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സ്വവർഗ LGBTQ അതുപോലെയുള്ള സകലവിധ അശുദ്ധികൾക്കും അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അവർ ഈ ഫണ്ട് ഉപയോഗിച്ചത്. 3 സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം എന്ന വാക്കാണ് ഏറ്റവും കൂടുതലായിട്ട് USAID മാനുവലുകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു വാക്കാണ് ഫ്രീഡം. പക്ഷേ ഈ ഫ്രീഡമൊക്കെ കൃത്യമായിട്ട് ഇവരുടെ ലിബറൽ ആശയങ്ങൾ ലോകരാജ്യങ്ങളിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചു. എണ്ണി പറയാൻ പോവുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. 4 ഈ 4 ഇന്ത്യ എന്ന രാജ്യത്തിനെതിരെ ഇവർ ഉപയോഗിച്ചത്. അതായത് ഡെമോക്രസിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് ഇവർ പശ്ചിമേഷ്യയിൽ ചെയ്ത് കാര്യങ്ങളാണ് ഇന്നത്തെ അഭയാർത്ഥി പ്രവാഹങ്ങളുടെ എല്ലാം മൂല കാരണമായിട്ട് നിൽക്കുന്നത്. ഇനി ഡെമോക്രസികളെ ഇവരെങ്ങനെയാണ് സംരക്ഷിച്ചത്? റോബിൻ നേരത്തെ സൂചിപ്പിച്ചു യുക്രൈനിൽ സംഭവിച്ചത്. അവിടെ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകൂടം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഭരണകൂടം യൂറോപ്പിനോട് ചായ്വ് കാണിക്കാത്ത ഒറ്റ കാരണത്താൽ, അതായത് ഇവരുടെ താല്പര്യങ്ങൾക്ക് നിൽക്കുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ആ ഗവൺമെൻറ്റിനെ പ്രക്ഷോഭങ്ങളിലൂടെ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള നെഗറ്റീവ് പ്രൊപ്പഗാണ്ടകളിലൂടെ ഒരു നാടക നടനെ കൊണ്ട് അവിടെ
ആ യുക്രൈനിൽ സ്ഥാപിച്ചു. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പപ്പറ്റിനെ അവരവിടെ സ്ഥാപിച്ചു. ഇതേപോലെ തന്നെ ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പറ്റും. ബംഗ്ലാദേശിൽ ആദ്യം ഈ ഡീപ് സ്റ്റേറ്റ് ചെന്നത് അവിടെ ഒരു നേവൽ ബേസിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ ഒരു സൈനിക താവളത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് ചൈനയെ ഒതുക്കുവാനായിട്ട് അവിടെ ഒരു ബേസ് ആവശ്യമായിരുന്നു. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചൈനയും ബംഗ്ലാദേശും തമ്മിൽ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് ഇവർ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഷെയ്ഖ് ഹസീന അത് നിരസിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ ഒരു രാജ്യം എന്നൊരു കൺസെപ്റ്റുമായിട്ട് ഡീപ് സ്റ്റേറ്റിൻ്റെ വക്താക്കൾ അവിടെ ചെന്നു. പക്ഷേ അതും ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തുനിന്ന് അതിനും നോയാ വന്നത്. ഇങ്ങനൊരു നോ വന്നതിന് ശേഷം ബംഗ്ലാദേശിൽ ഇവർ എന്താണ് ചെയ്തത്? അവിടെ ഇവർ കൃത്യമായിട്ട് ഒരു ഫണ്ടിങ് ഏജൻസി വഴി നാഷണൽ എൻഡോമെൻറ്റ് ഫോർ ഡെമോക്രസി എന്ന് പറഞ്ഞൊരു സംഘടന, അമേരിക്കയിലുള്ള തന്നെ ഒരു സംഘടന വഴി, ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ജോർജ് സോറോസിൻ്റെ മറ്റൊരു സംഘടന വഴി ഇവരെല്ലാവരും ചേർന്ന് അവിടെ കൃത്യമായിട്ട് US എയ്ഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അവിടെ കൃത്യമായിട്ട് ഫണ്ട് ചെയ്യുകയാണ്. അവിടെയുള്ള ആക്ടിവിസ്റ്റുകളെ അവർ വിലക്കെടുത്തു. അവിടെ ഡെമോക്രാറ്റ്സിക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവർ എന്ന പേരിൽ കുറേ പേര് അവർ വിലക്കെടുത്തു. അവിടെ നിന്ന് ആ രാജ്യത്ത് നിന്ന് ഇൻഫോർമേഷൻ കിട്ടുവാനായിട്ട് ഏകദേശം 300ഓളം പേരെ അവർ വിലക്കെടുത്തു. പിന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുത്തു. LGBTQ കമ്മ്യൂണിറ്റിയെ അവർ കയ്യിലെടുത്തു. അവിടുത്തെ ചില മാധ്യമ പ്രവർത്തകരെ കയ്യിലെടുത്തു. അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അവിടുത്തെ വിദ്യാർത്ഥി പ്രതിഷേധക്കാരെ ഇവർ കൃത്യമായിട്ട് ഇവരുടെ കയ്യിലേക്ക് എടുത്തു. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ റാപ്പ് മ്യൂസിക് ബാൻഡുകളെ അവർ കയ്യിലെടുത്ത് ആ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രതിഷേധ ഗാനങ്ങൾ, വളരെ ചടുലമായ ഗാനങ്ങൾ, ആ ഗവൺമെൻറ്റിനെതിരെയും അവിടെ ഭരിക്കുന്നവരിൽ ഒരു അവിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള 1-2 ഗാനങ്ങൾ ഇവർ ഫോം ചെയ്ത് അതെല്ലാം ക്യാമ്പസുകളിലൂടെ ഇവർ പ്രചരിപ്പിച്ചു. വളരെ ചെറിയൊരു വിഷയത്തിൽ വളരെ ചെറിയ കാര്യങ്ങളെ വലിയ വലിയ ഇഷ്യൂകളായിട്ട് ഇവർ മാറ്റി. അതിൻ്റെ പേരിൽ ചെറിയ ചെറിയ കലാപങ്ങൾ, പിന്നീട് അത് വലിയ കലാപങ്ങൾ, അങ്ങനെ ഷെയ്ഖ് ഹസീനയെ ആ സീറ്റിൽ നിന്ന് ഇറക്കി ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന വരെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇവരുടെ പ്ലാനിങ്ങിലൂടെ ഇവർ ചെയ്തു. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇവർ ഇന്ത്യയിലും ചെയ്യുന്നത് എന്നാണ് മൈക്ക് ബെൻസ് എന്ന് പറഞ്ഞ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രംപിനും എലോൺ മസ്കിനുമെല്ലാം വിശ്വസ്തനായ വ്യക്തി കൃത്യമായിട്ട് പറയുന്നത്. ഇന്ത്യയിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, CA സമരം തൊട്ട് കർഷക പ്രക്ഷോഭം തൊട്ട് ഇവിടെ പല വിഷയങ്ങളിലും ചില മീഡിയകൾ ഒരുമിച്ച് ഒരേ കോറസിൽ പാട്ട് പാടുന്നുണ്ടെങ്കിൽ, കൊച്ചു വിഷയങ്ങൾ അവർ ഡൈവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ചില ആക്ടിവിസ്റ്റുകൾ കൃത്യമായിട്ട് അവരുടെ ശബ്ദങ്ങൾ ചില വിഷയങ്ങളിൽ മാത്രം വളരെ ശബ്ദത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം ഇവർക്കെല്ലാവർക്കും എവിടെ നിന്നോ എങ്ങനെയൊക്കെയോ ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും അവർക്ക് വേണ്ട രീതിയിൽ, ഡീപ് സ്റ്റേറ്റിന് വേണ്ട രീതിയിൽ ഒരു സംവിധാനത്തെ നമ്മുടെ രാജ്യത്ത് പ്രതിഷ്ഠിക്കുവാനും വേണ്ടിയിട്ടാണ്. ഇത് പറയുമ്പോൾ ഗവൺമെൻറ്റിനെതിരെ പറയുന്ന എല്ലാവരും ഈ ഡീപ് സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ ഭാഗമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. കാരണം ഏത് ഗവൺമെൻറ് ആണെങ്കിലും ആ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ ആ ഭരണത്തെ എതിർക്കുന്നവരും അവർ എപ്പോഴും ശബ്ദമുയർത്തും. പക്ഷേ ഫണ്ടിങ്ങുകളോടുകൂടി ശബ്ദമുയർത്തുന്നവരെ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും. അവരുടെ പ്രക്ഷോഭങ്ങൾ, ആ പ്രക്ഷോഭങ്ങളുടെ രീതികൾ, ആ പ്രക്ഷോഭത്തിൻ്റെ ഫണ്ടിങ്, ആ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നവർ, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ, ചില മാധ്യമ പ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും, പ്രത്യേകിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും, അവർക്ക് വരുന്ന ഫണ്ടിങ്ങുകൾ, അതുപോലെ തന്നെ ചില ആക്ടിവിസ്റ്റുകൾക്ക് വരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ, ഇതെല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ടിങ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന പല NGOകളിലൂടെയാണ് ഈ ഫണ്ടുകളെല്ലാം റൂട്ട് ചെയ്തിട്ട് ഈ ആൾക്കാരുടെ പോക്കറ്റിലേക്ക് എത്തുന്നത്. ഒരു കൊച്ചു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖ പാർട്ടി അവരുടെ ന്യായ് പത്രികയിൽ 11ാമത്തെ പോയിൻ്റായിട്ട് കിടക്കുന്ന ഒരു വാക്കുണ്ട്: നമ്മുടെ രാജ്യത്ത് സ്വവർഗ വിവാഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളും, സ്വവർഗ വിവാഹത്തിൻ്റെ നിയമവിധേയമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. ഇത് ഈ രാജ്യത്തിൻ്റെ 140 കോടി ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇത് എവിടെ നിന്നാണ് ഇത് വരണതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു ഗ്ലോബൽ അജണ്ടയുടെ ഭാഗമാണ്. എന്തിനാണ് സ്ഥാനമൊഴിഞ്ഞ ഒബാമയെ കാണാനായിട്ട് ഇവിടെ നിന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പോകുന്നത്? അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ പോകുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. അതല്ല, ഒബാമ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഒബാമയെ കാണാൻ പോകുന്നതും അത് ഒബാമയെ നിന്നല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ പോയി കാണുന്നതാണെങ്കിലും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥാനമൊഴിഞ്ഞിരിക്കുന്ന ഒബാമയെ പോയി കാണുമ്പോൾ ഒബാമയ്ക്കൊരു അജണ്ടയുണ്ട്, ഒബാമയ്ക്ക് പിന്നിലൊരു ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ഈ ഡീപ് സ്റ്റേറ്റിനെ നിയന്ത്രിക്കുന്ന ഒരു ജോർജ് സോറോസും അതിനുമേലെ ഒരു ഫ്രീമേസണും ഇല്ലുമിനാറ്റിയും ഒക്കെ ഉണ്ട്. ഈ സംവിധാനങ്ങളുടെ ലക്ഷ്യങ്ങൾ ഈ രാജ്യത്ത് നടപ്പാക്കുവാനുള്ള ഏജൻറ്റുമാരായിട്ടും ആരെങ്കിലും മാറുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ US എയ്ഡ് വഴി 2019 നമ്മുടെ രാജ്യത്ത് നടന്ന ഇലക്ഷനെ എങ്ങനെ സ്വാധീനിച്ചു എന്ന കാര്യം കൂടിയും ഈ മൈക്ക് ബെൻസ് പറയുന്നുണ്ട്. കൃത്യമായിട്ട് ഭരിച്ചിരുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പല സംവിധാനങ്ങളും, അത് അവർ വാട്സാപ്പും അങ്ങനെയുള്ള മറ്റ് സോഷ്യൽ മീഡിയയാണ് ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ അതിന്മേൽ കൃത്യമായി നിയന്ത്രണങ്ങൾ വരുന്ന രീതിയിൽ എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യണം, എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടരുത് എന്ന കാര്യങ്ങൾ ഇവർ അജണ്ട നിശ്ചയിച്ച് പ്രവർത്തിച്ചതായിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാൻ സാധിക്കും ഏതൊക്കെ കണ്ടൻറ്റാണ് സോഷ്യൽ മീഡിയകളിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും LGBT ലിബറലിസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ
അത് ഏത് രീതിയിലാണ്, മനുഷ്യ മനസാക്ഷി അനുസരിച്ചാണോ അതെല്ലാം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്? ഒരു രാജ്യത്തിൻ്റെ ജനം ചിന്തിക്കുന്നത് പോലെയാണോ അതോ ലോകം ചിന്തിക്കുന്നത് പോലെയാണോ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്? അതല്ലെങ്കിൽ ഈ ഇല്ലുമിനാറ്റികളും ഫ്രീ മേസനുകളും ചിന്തിക്കുന്നത് പോലെയാണോ അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്? അതങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അവർ പ്രൊമോട്ട് ചെയ്യേണ്ടതിന് അവർ പ്രൊമോട്ട് ചെയ്യും, അവർ ഡീപ്രൊമോട്ട് ചെയ്യേണ്ടതിന് അവർ ഡീപ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഭയക്കേണ്ടത് ഈ മാധ്യമ മേഖലയിലേക്ക് ഇവർ നടത്തുന്ന ഒരു ഫണ്ടിങ് ആണ്. കാരണം പഴയ പോലെ എല്ലാ കാര്യങ്ങളും സാമൂഹ്യ മാധ്യമങ്ങൾ ഒക്കെ വളരെ ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടത്തിൽ ഈ മാധ്യമ മേഖലയെ ആർക്ക് സ്വാധീനിക്കാൻ സാധിക്കുമ്പോൾ അവരുടെ അജണ്ട നടപ്പാക്കാൻ ഇവർക്ക് സാധിക്കും. അതാണ് പലപ്പോഴും ഇന്ത്യയിലെ പല സംഭവ വികാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ബംഗ്ലാദേശ് ആയിക്കോട്ടെ, മറ്റ് പല രാജ്യങ്ങളായിക്കോട്ടെ, ഇന്ത്യയിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് USAID നൽകിയ ഫണ്ടിങ്ങിൻ്റെ ചില കണക്കുകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട്. ആ മാധ്യമ പ്രവർത്തകർ പിൽക്കാലത്ത് അതിന് അവരുടെ ഒരു പൂർവ്വകാല ചരിത്രവും അല്ലെങ്കിൽ അവർ ചെയ്ത മാധ്യമ പ്രവർത്തനമൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത്തരം സംശയങ്ങൾ സാധൂകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, USAID എന്ന് പറയുന്നത് അതെനിക്ക് തോന്നുന്നൊരു പ്രതീകം മാത്രമാണ്. നമുക്ക് പല രാജ്യങ്ങളിലും, ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ആയിക്കോട്ടെ, ചില സംഭവവികാസങ്ങളൊക്കെ കാണുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ എങ്ങനെ ഈ ഫണ്ട് ലഭിക്കുന്നു, ഇവർക്ക് എങ്ങനെ ജീവിക്കാനുള്ള ചിലവ് ലഭിക്കുന്നു, അത്തരത്തിലുള്ള ചില സംശയങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട്. അതിനൊക്കെ ഒരു ഉത്തരം എന്ന് പറയുന്നത് USAIDുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ തന്നെയാണ്. ചില പ്രമാദമായിട്ടുള്ള ചില കേസുകളൊക്കെ ചിലർ ഇങ്ങനെ നടത്തുമ്പോൾ അതിൻ്റെ കോടതി ചിലവ് ഇവർക്ക് ആര് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവരെങ്ങനെ ജീവിക്കുന്നു, ഈ ആഡംബര ജീവിതത്തിനുള്ള പൈസ ഇവർക്ക് എങ്ങനെ കിട്ടുന്നു, ഈ പ്രക്ഷോഭം സംഘടിപ്പിക്കാനുള്ള പൈസ എങ്ങനെ ഇവർക്ക് കിട്ടുന്നു. അത് രാജ്യത്തിനെതിരെ മാത്രമല്ല, ചില സംവിധാനങ്ങൾക്കെതിരെ, ചില പ്രസ്ഥാനങ്ങൾക്കെതിരെ, നല്ല രീതിയിൽ പോകുന്ന ചില പ്രസ്ഥാനങ്ങളെ കരിവാരി തേക്കുവാൻ വേണ്ടി ചിലർ നടത്തുന്ന ചില സമര മാർഗ്ഗങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള ഫണ്ടിങ്, അതിൻ്റെയൊക്കെ ഒരു ഉത്തരം എന്ന് പറയുന്നത് USAIDൻ്റെ പിന്നിലുള്ള ചില ക്രമക്കേടുകൾ, അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വളരെ തർക്കമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. ജോർജ്, ഇന്ത്യയുടെ കാര്യം സൂചിപ്പിക്കുമ്പോൾ തന്നെ ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്ത് പോകേണ്ടതാണ് OCCRP എന്ന സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾക്കുണ്ടായത്. അതായത് അന്ന് മോദി ഗവൺമെൻറ്റും അദാനിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ഒരുപാട് ആരോപണങ്ങൾ, പക്ഷേ തെളിവുകളൊന്നും ഇല്ലാത്ത ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികളൊക്കെ ഏറ്റെടുക്കുകയുണ്ടായി. പക്ഷേ ആ OCCRP എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് അതിൻ്റെ ഫണ്ടിങ് കൊടുത്തത് USAID ആണ്. അതുപോലെ തന്നെ ഇവിടെ വലിയൊരു വിവാദമായതായിരുന്നു ഹിൻഡൻബർഗുമായിട്ട് ബന്ധപ്പെട്ട്, അദാനിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആൻഡേഴ്സിൻ്റെ കുറേ ആരോപണങ്ങൾ. ആ ആരോപണങ്ങൾ കത്തിച്ച് നിൽക്കെ തന്നെ ട്രംപ് അധികാരമേറ്റതോടുകൂടി, ട്രംപ് വരുന്നു എന്നറിഞ്ഞതോടുകൂടി ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുകയാണ്. ഇത്രയും വിവാദങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയിട്ട് അവർ ആ ട്രംപ് വരുന്നതോടുകൂടി ഇത് അടച്ചുപൂട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ആശയപ്രചരണം കഴിഞ്ഞു, എൻ്റെ ആശയങ്ങൾ ഞാൻ നടപ്പാക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ സ്ഥാപനം നിർത്തുന്നു എന്നാണ് പറയുന്നത്. അതായത് ലക്ഷ്യം നേടി ഞാൻ പിൻവാങ്ങുന്നു. ഇതാണ് അദ്ദേഹം കുറിച്ച വാക്കുകൾ. പലപ്പോഴും നമ്മുടെ രാജ്യത്ത് മതപീഡനങ്ങൾ ഒരുപാട് വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ രാജ്യം എപ്പോഴും ദാരിദ്ര്യ രേഖയിലെ ഏറ്റവും താഴെ, ബംഗ്ലാദേശിനും അതൊക്കെ താഴെ കിടക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണാറുണ്ട്. പല ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എല്ലാത്തിലും പിന്നിലാണെന്നുള്ളതാണ്. ഓരോ രാജ്യങ്ങളുടെയും പിന്നിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കറിയാം, ഇന്ത്യ കുറച്ചെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോംബ് പൊട്ടലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. നമ്മുടെ രാജ്യം കുറച്ചും കൂടി സുരക്ഷിതമായിക്കൊണ്ടിരിക്കുക എന്നാണ് ഇന്ത്യയിൽ ജീവിക്കുന്നവർക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യയിൽ ഒരുപാട് മതപീഡനങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ തന്നെ ചില വാർത്തകൾക്ക് വേണ്ടിയിട്ട് ചില മതപീഡന റിപ്പോർട്ടുകൾ പരിശോധിച്ചപ്പോൾ അവരിങ്ങനെ സ്റ്റേറ്റ് വൈസ് തിരിച്ചിട്ട് ഓരോ മതപീഡനങ്ങളും എന്താണ് സംഭവിച്ചതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതായത് പല മതപീഡനങ്ങളും എഴുതിയിരിക്കുന്നത് ഞാനും ജോർജി വേറൊരു മതസ്ഥനാണ്, ഞാൻ ഒരു മതസ്ഥനാണെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ വഴക്കാണ് ഈ പറഞ്ഞ എൻ്റെ പേരിലുള്ള മതപീഡനമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് മതത്തിൻ്റെ പേരിലല്ല, വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ, അതല്ലെങ്കിൽ നിയമം ലംഘിച്ച് നടത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം മതപീഡനത്തിൻ്റെ ലിസ്റ്റിൽ ചേർത്ത് എണ്ണം കൂട്ടുന്നു. യഥാർത്ഥ മതപീഡനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ആ മതപീഡനങ്ങൾ പോലും യാഥാർത്ഥ്യമല്ല എന്ന് വരുത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പോൾ വളരെ പ്ലാൻഡായിട്ട് ഇവിടെ പല ഇൻ്റർനാഷണൽ സംഘടനകൾ, ഈ USAIDനും മറ്റും ഫണ്ട് ലഭിക്കുന്ന സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. USAIDൻ്റെ ഫണ്ടിങ്ങിന് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിടിമുറക്കിയപ്പോൾ അതിൻ്റെ അലയൊലികൾ അമേരിക്കയിൽ മാത്രമല്ല സംഭവിച്ചത്, അത് ലോകമെമ്പാടും, പ്രത്യേകിച്ച് ഇന്ത്യയിലും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലും അതിൻ്റെ അലയൊലികൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം നമ്മുടെ രാജ്യത്തും നമ്മുടെ അയൽ രാജ്യങ്ങളിലും ലോകമെമ്പാടും നടക്കുന്ന ചില സംഭവങ്ങളുടെ പിന്നിലെ ചില ദുരൂഹതകൾ, ഈ USAIDുമായി ബന്ധപ്പെട്ട ആ ഒരു അന്വേഷണ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ ക്രമക്കേടുകൾ, ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ, ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ നമുക്ക് നൽകുന്നുണ്ട്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ഒരു പഴഞ്ചൊല്ല്, ഇവിടെ USAIDുമായി ബന്ധപ്പെട്ട അവർ നടത്തിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആ ഒരു പഴഞ്ചൊല്ല് അക്ഷരാർത്ഥത്തിൽ ഒരു യാഥാർത്ഥ്യമാകുന്ന ഒരു കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. തീർച്ചയായിട്ടും നിഗൂഢ അജണ്ടയോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ, വ്യക്തികളെ
തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അവരുടെ ലക്ഷ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ ലിബറൽ ഐഡിയ, അധാർമികമായിട്ടുള്ള ചില ചിന്താഗതികൾ അടിച്ചേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.